നമ്മുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ ആളുകൾ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വ്യക്തികൾ പല കാരണങ്ങളാൽ നമ്മളോട് പോരാടാൻ നിൽക്കുന്ന അവസരങ്ങൾ വരും. ഒരു കാരണവും വേണ്ട, ചിലർ പെട്ടെന്ന് പിണങ്ങും. ഒരു കാരണവും വേണ്ട, ചിലര് കുറ്റങ്ങൾ പറയാം, അപവാദം പറയാൻ തുടങ്ങും. പലതരത്തില് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളുമായി നമ്മളെ അറിയാവുന്നവര്, നമ്മളെ സ്നേഹിക്കുന്ന പറയുന്നവരൊക്കെ ചിലപ്പോൾ എഴുന്നേൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു പോരാട്ടം, ഇങ്ങനെയുള്ള ജീവിതാനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ കർത്താവ് ഇന്ന് തരുന്ന ദൂത്, എനിക്ക് ഇന്ന് കർത്താവ് നൽകിയ വചനം അടിസ്ഥാനമാക്കിയാണ് നിങ്ങളോട് പറയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. കർത്താവ് ആ വചനം നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുറെ മനുഷ്യരുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ഭാഗത്തും ദൈവത്തിന്റെ വഴിയിൽ നിൽക്കുമ്പോൾ പൈശാചിക ശക്തികൾ ആളുകളെ, വ്യക്തികളെ നിങ്ങൾക്കെതിരെ തിരിച്ച് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങളെ കലഹത്തിൽ ഉൾപ്പെടുത്തുക, ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുക, പിന്നീട് അതിനാൽ നിങ്ങളുടെ നിർമ്മലമായ മനസാക്ഷി മലിനപ്പെടുകയും ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ പറയുകയൊക്കെ ചെയ്ത് ബന്ധങ്ങൾ അകന്നു പോവുക, ദൈവഭക്തി കുറഞ്ഞു പോവുക. ഇങ്ങനെയൊക്കെയുള്ള പിശാചിക തന്ത്രങ്ങളെ നിങ്ങൾ സൂക്ഷിച്ച് ജയിക്കുക. കാരണം നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവം കൂടെയുണ്ട്. വായിക്കാം 20-ാമത്തെ വാക്യം, യിരെമ്യാവ് 15:20. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിൽ, അല്ലെങ്കിൽ യഹൂദ ജനത്തോട് ദൈവത്തിന്റെ അരുളപ്പാട് ധൈര്യത്തോടെ പ്രവചിച്ച വ്യക്തിയാണ്. ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക്, ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, BC 600 മുമ്പ് ഇസ്രായേലിലോ യഹൂദ ജനത്തോട് യിരെമ്യാവ് പ്രവചിക്കുക. പ്രവചിക്കുന്ന സമയത്ത് നിങ്ങൾ മാനസാന്തരപ്പെടാനും മടങ്ങി വരാനും തയ്യാറായില്ലെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ കേൾക്കുന്ന ജനമെല്ലാം കൂടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഞങ്ങളെ കുറ്റം പറഞ്ഞ് പ്രവചിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് യിരെമ്യാവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ മടങ്ങി വേണമെന്ന് പറയുമ്പോഴല്ലേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്ത വരികയുള്ളൂ. ഇവിടെ നോക്കിയേ, യിരെമ്യാവിനെ പരമാവധി അവർ ഉപദ്രവിച്ചു. പക്ഷെ ദൈവം യിരെമ്യാവിനോട് പറയാണ്, അവരെന്തൊക്കെ പ്രതികരിച്ചാലും, എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും നീ എൻ്റെ ഭാഗത്ത് നിൽക്കണം. ഞാൻ പറയുന്ന ആലോചന നീ ധൈര്യത്തോടെ പറയണം. പക്ഷെ ഒരു കാര്യം നീ പേടിക്കരുത്, ഞാൻ നിന്നെ ആ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. ഞാൻ നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ധൈര്യമായിട്ട് നീ പ്രവചിച്ചോ, നിന്നോട് യുദ്ധം ചെയ്യാനായിട്ട് അവർ എഴുന്നേൽക്കും, പക്ഷെ നിന്നെ ജയിക്കത്തില്ല. അപ്പൊ ഈ ധൈര്യവും ഈ ആലോചനയും ദൈവം യിരെമ്യാവിന് കൊടുത്തിട്ടാണ് ഈ പ്രവചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, നിങ്ങൾ നീതിയുടെ വചനവുമായി, രക്ഷയുടെ സത്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശവുമായി നിങ്ങൾ നിൽക്കുമ്പോൾ പൈശാചിക ശക്തികൾ നിങ്ങൾക്കെതിരെ പോരാട്ടം അഴിച്ചുവിടും. കാരണം പൈശാചിക ശക്തികൾ എപ്പോഴും അധർമ്മത്തിന്റെ ശക്തികളായിരിക്കും, ഇരുട്ടിന്റെ ശക്തികളായിരിക്കും, പാപത്തിന്റെ ശക്തികളായിരിക്കും, കലഹത്തിന്റെ ശക്തികളായിരിക്കും, ഭിന്നതയുടെ ശക്തികളായിരിക്കും, കൊലപാതകത്തിന്റെ ശക്തികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അശുദ്ധിയുടെ ശക്തികളായിരിക്കും. ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ അതിനെതിരെ, അല്ലെങ്കിൽ നിങ്ങളുടെ സത്യവചനവും ധാർമ്മിക മൂല്യവും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമൊക്കെ പിശാച് ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തികളെ ഇളക്കി പോരാട്ടം ഉണ്ടാക്കും. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നിങ്ങളോട് സത്യം പറയാൻ പറഞ്ഞ ദൈവം സ്നേഹത്തിലും സമാധാനത്തിലും ഇടപെടുവാനും ജീവിക്കുവാനും ആര് പറഞ്ഞോ ആ കർത്താവ് നിങ്ങൾക്കോട് യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഞാനിപ്പോൾ അവരോട് നെഗറ്റീവായി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ അവരോട്, അങ്ങനെയുള്ള വ്യക്തികളോട് ക്രൂരതയോടുകൂടി പെരുമാറിയില്ല, മറുപടി കാണിച്ചില്ല, അല്ലെങ്കിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം മിണ്ടാതിരിക്കില്ല. നിങ്ങൾ ദൈവത്തിന് അവസരം കൊടുക്കുമ്പോൾ ദൈവം ഇടപെടും. ദൈവം പറയാണ്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല. നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ദൈവത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി നിൽക്കുക. ദൈവ ശബ്ദം കേൾക്കുന്നവരായി നിൽക്കുക. പോരാടുന്നവർ പോരാടട്ടെ, പക്ഷെ നിങ്ങളെ ജയിക്കത്തില്ല. യിരെമ്യാവിനോട് ദൈവം ആദ്യമേ പറയുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലതരത്തില് പീഡ അനുഭവിക്കുന്നവർ, മറ്റുള്ള അധികാരികളിൽ നിന്നോ സ്വാധീനമുള്ളവരിൽ നിന്നോ ഉന്നതന്മാരായ വ്യക്തികളിൽ നിന്നോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ നടുവിൽ നിന്നോ നിങ്ങൾ ഏൽക്കേണ്ട വേദനകൾ, നിങ്ങളേറ്റ വേദനകൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഞരക്കങ്ങൾ, അവരുടെ സാഹസത്തിന്റെയും ക്രൂരതയുടെയും പാത്രമായി നിങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടരുത്. നിങ്ങളോട് കൂടെ ദൈവമുണ്ട്, നിങ്ങളെ സഹായിക്കുവാൻ. നിങ്ങളോട് അവർ യുദ്ധം ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളെ അവർ ഒരിക്കലും ജയിക്കുകയില്ല. കാരണം നിങ്ങളെ രക്ഷിപ്പാൻ ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. ദൈവം നിങ്ങളുടെ പക്ഷത്താവുള്ളത്. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, യോശുവയോട് പറഞ്ഞതുപോലെ നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രമായിരിക്കുക. നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിനക്ക് നേരെ ഒരുവനും നിൽക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. മോശയോട് കൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളോട് കൂടെ കർത്താവുണ്ട്. എത്ര വലിയ ഗോലിയാത്താണെങ്കിലും, എത്ര വലിയ ശത്രുശക്തിയാണെങ്കിലും തകർക്കുവാൻ ഒരു ശക്തിയും ദൈവം സമ്മതിക്കില്ല. ബലവാനായവൻ, കരുത്തനായവൻ, ശക്തനായവൻ നിങ്ങളോട് കൂടെയുണ്ട്. വിടുവിക്കുവാൻ ശക്തനായവൻ. പൗലോസിനോട് പറഞ്ഞു, നീ പൗലോസേ ധൈര്യമായിരിക്കുക. കൊരിന്തിയിലുള്ള അവിടെയുള്ള പ്രമാണിമാർ മുഴുവൻ നിനക്കെതിരായി മാറി. നീ ധൈര്യമായി പ്രസംഗിക്ക്. ഇവിടെ ഈ പട്ടണത്തിൽ നിന്നെ ആരും കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഇവിടെ അനേകം ജനമുണ്ട്. നീ ധൈര്യമായി പ്രസംഗിക്ക്. ഇവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും കാണുകയില്ല. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. നീ ധൈര്യമായി പ്രസംഗിക്ക്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. ചീന്തിക്കളയും കീറിക്കളയും ഒക്കെയാണ് പലരും വാളുകെട്ടി 40 ദിവസം 40 പേരൊക്കെ ആഹാരം കഴിക്കുക, 40 പേര് ആഹാരം കഴിക്കാതിരിക്കുക, ഇവരെ കൊന്നിട്ടേ ആഹാരം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന അവർ വെറുതെ ആയിപ്പോയി. അവര് പട്ടിണി കിടന്ന് വെറുതെ ആയിപ്പോയി. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾക്കെതിരെ ആരൊക്കെ അസൂയപ്പെട്ടാലും അവർ ദുഷ്ടൻ പല്ലുകടി ചുരുങ്ങിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകുമെന്നാണ് 112-ാം സങ്കീർത്തനത്തിന്റെ ലാസ്റ്റത്തെ വാക്യം. എന്നാൽ അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. ആരാന്നറിയാമോ? നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. ശത്രുക്കളത്തിന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങളെ തകർക്കാൻ നോക്കിയവരുടെ നടുവിൽ, നിങ്ങളെക്കുറിച്ച് അസൂയപ്പെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുക, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുക, യേശുവിനോട് ചേർന്ന് നിൽക്കുക. അവൻ വലിയവൻ, അവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. കഷ്ടത അനുഭവിച്ചിട്ട് യേശു ഭീഷണി പറഞ്ഞില്ല. ന്യായമായി വിധിക്കുന്നുവെങ്കിൽ ഫലമേൽപ്പിച്ചതേ ഉള്ളൂ. അവൻ ന്യായമായി വിധിക്കുക തന്നെ ചെയ്യും. അതെ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും, നിങ്ങളെ ജയിക്കുകയില്ല താനും. നിങ്ങളെ രക്ഷിപ്പാൻ യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ആരൊക്കെ യുദ്ധം ചെയ്താലും, അത് എവിടെ നിന്ന് വന്നാലും, വീടിനകത്തുനിന്നായിരിക്കാം, സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, പുറത്തുനിന്നായിരിക്കാം, മറ്റേത് മേഖലയിൽ നിന്നായിക്കോട്ടെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വലിയ ജയം തരട്ടെ. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ഉപദ്രവവും പീഡകളുടെ നടുവിൽ, കർത്താവെ, അകാരണമായി അപമാനിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം ഈ മക്കൾക്ക് അനുകൂലമായി നിൽക്കുന്നതിനായി നന്ദി. കർത്താവെ, നീ മക്കളെ ജയിപ്പിക്കും, വിടുവിക്കും. അവിടുത്തെ വചനം പറഞ്ഞല്ലോ, അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നെ ജയിക്കുകയില്ല. നിന്നെ രക്ഷിക്കുവാനും വിടുവിപ്പാനും യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ആ വചനം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. രക്ഷിക്കുന്നവൻ, വിടുവിക്കുന്നവൻ ഈ മക്കളോട് കൂടെ ഇരിക്കണം. വലിയ ജയം കൊടുക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തിയുടെ ഭാഗമാക്കി ഈ മക്കളുടെ ജീവിതത്തെയും പ്രതിസന്ധികളെയും ദൈവം മാറ്റി ഒരു സാക്ഷ്യമാക്കി മാറ്റണമേ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൂടെയുണ്ട്, വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, സഹായിക്കുവാൻ. ആമേൻ. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഈ പ്രസംഗം, ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് പങ്കുവയ്ക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.